ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എന്നോട് എന്തിനാ സരോജ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല. അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ഇന്നലെ വന്നൊരു പീറ ചെക്കൻ എനിക്കെതിരെ ചാനലിൽ കയറി സംസാരിച്ചപ്പോ താൻ എവിടെയായിരുന്നു? എന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലേ? ഇല്ലടോ. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ പറ്റൂ? സംവിധായകനും നടനും. ഞാൻ വെറും ഒരു നടനല്ലടോ, മെഗാസ്റ്റാറാ, മെഗാസ്റ്റാർ. താൻ വലിയൊരു പ്രൊഡ്യൂസർ. എന്നാടോ താൻ പ്രൊഡ്യൂസർ ആയത്? ആരാടോ തന്നെ പ്രൊഡ്യൂസർ ആക്കിയത്? സരോജ്, അതൊന്നും മറക്കുന്നവനല്ല ഈ പച്ചാളം ബാസ്. ഇനി ഈ സോഫയിൽ ഇരിക്കണമെങ്കിൽ ആ സംവിധായക തെണ്ടിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ചും വരണം. അപ്പൊ നമ്മുടെ പടം മുടങ്ങിപ്പോവില്ലേ സരോജ്? ഇല്ല, അവനെ മാറ്റണം. എത്ര കിഴങ്ങന്മാർ വേറെ കിടക്കുന്നു. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഒരു പരുവത്തിലായപ്പോ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ? പച്ചാളം, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ, അവനുമായി എഗ്രിമെന്റ് ഉള്ളതല്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അവന്റെ ഫുൾ പ്രതിഫലം സെറ്റിൽ ചെയ്ത് വിടണം. അപ്പോഴോ പുതിയതായി വരുന്ന സംവിധായകനും പ്രതിഫലം കൊടുക്കട്ടെ. മാത്രമല്ല അവനവന്റെ തിരക്കഥ തന്നില്ലെങ്കിൽ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം. പണ്ട് ഉദയഭാനുവിന്റെ തിരക്കഥ സരോജ് മോഷ്ടിച്ച പോലെ. എനിക്ക് ആ വിദ്യയൊന്നും വശമില്ല സരോജ്. ഓ, വലിയൊരു മാന്യൻ. ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ ഗീർവാണമൊന്നും എനിക്ക് കേൾക്കണ്ട. കട്ടതിന്റെ വീതം പറ്റുന്നവനും കള്ളം തന്നെയാ. ഞാൻ തട്ടിയെടുത്തതിന്റെ 1/4 പങ്കു എന്റെ തട്ടിയെടുത്ത മാന്യന്റെ ഗീർവാണോ എനിക്കും കേൾക്കണ്ട. നന്ദി കെട്ടവനെ. വേലയും കൂലിയില്ലാതെ കോടമ്പാക്കത്ത് തേണ്ടി നടന്ന തനിക്കിപ്പോ കുട്ടനാട്ടിൽ ഹൗസ് ബോട്ട്, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ്, പലയിടത്തും എസ്റ്റേറ്റ്. ഇതൊക്കെ എവിടെ നിന്നുണ്ടായടാ? എന്റെ എച്ചിൽ തിന്നിട്ട് എന്നെ തന്നെ കടിക്കാൻ വരുന്നോ? തമ്മി കാണുമ്പോ ഇയാളും വേലയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക തന്നെയായിരുന്നു കോടമ്പാക്കത്ത്. നവരസത്തെ കുറിച്ച് ചോദിച്ചപ്പോ രസം ഉണ്ടാക്കാൻ പരിപ്പും കായവും വേണോന്ന് പറഞ്ഞാൽ വിധി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവന് ഭരത്, പത്മശ്രീ, ഡോക്ടറേറ്റ്, കേണൽ, ഇതിനൊക്കെ ദില്ലിയിലും ലൂധിയാനയിലും ഓരോരുത്തന്റെ കാലിലൊക്കെ നടന്നത് ഈ ഞാനാ. അതൊന്നും താൻ മറക്കട്ടെ. എന്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പോടാ. നീ ഇറങ്ങി പോടാ. പിടിക്കവനെ, പിടിങ്കോ, പിടിങ്കോ. அந்த திருடனை பிடிங்கோ, அந்த கோமாளி பிடிங்கோ. ஐயோ, யாராவது பிடிங்கோ. സരോജ്, പത്മശ്രീക്ക് വേണ്ടി ഞാൻ പത്മശ്രീക്ക് വേണ്ടി തമിഴ്നാട് മന്ത്രിയുടെ കാല് നോക്കിയത് ഞാനാടാ, നീയല്ലടാ. വെടിവെക്കല്ലേ, ഇനിയെങ്കിലും വെടിവെക്കല്ലേ. ആവാവുന്ന അത്ര ഉച്ചത്ത് കരഞ്ഞോളൂ. അങ്ങനെ കരഞ്ഞ് തളരുമ്പോ ഉറക്കം വന്നോളും. അല്ലാതെ അലോപ്പതിലെ മാതിരി വേദന ശയിപ്പിക്കാൻ പെയിൻകില്ലറോ ബോധം കെടുത്തൊന്നും ആയുർവേദത്തിലില്ല. കുറച്ച് ലേഹ്യം കിട്ടുമോ? ലേഹ്യോ? എന്ത് ലേഹ്യം? കഞ്ചാവ് ലേഹ്യം. അത് ആയുർവേദമാണല്ലോ, എളുപ്പം കിറങ്ങിയാണ്. ഇവിടുത്തെ പവിത്രത കൂടി നശിപ്പിക്കണം അല്ലേ? ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നർത്ഥമുള്ളൂ. അയ്യോ, വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ. നിർത്തോ. ആരാ ഇല വെടിവെച്ചേ? അല്ല, പെട്ടെന്ന് ഞാൻ എന്തോ ഓർമ്മിച്ച്
രോഗി ഭയചകിതനുമാണ്. ബുദ്ധിഭ്രമത്തിനും ചികിത്സ വേണ്ടിവരുന്നാ തോന്നണം.